നമ്മളിന്ന് അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് അട മാറ്റിയിടുന്നു. പിന്നീട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അട അതിലേക്ക് തട്ടിയിടുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. വിസിൽ വന്നല്ലോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഒന്നും രണ്ടും പാല് മാറ്റി ഒരു പാത്രത്തിലേക്ക് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ വറുത്തെടുക്കാം. അടയിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം അണ്ടിപ്പരിപ്പ്, മുന്തിരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അട നമുക്ക് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി പശുവും പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ സിമ്മിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. ഏകദേശം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രം കൊണ്ട് മൂടി വെക്കാം. സ്വാദിഷ്ടമായ പ്രഥമൻ നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർക്കായി കൊടുത്തു നോക്കാം. A few moments later. അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ.